നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ മരണത്തിങ്കൽ സംഭവിച്ചവ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 54 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്ത് നിന്നവരും ഭൂകമ്പം ഉണ്ടായ സംഭവം കണ്ടിട്ട് ഇവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് അനിതര സാധാരണമായ സംഭവങ്ങൾ ഈ പ്രകൃതിയിലുണ്ടായി. യേശു കുരിശുമരണം അനുഭവിക്കുന്ന സമയത്ത് 3 മണിക്കൂർ ഇരുട്ടുണ്ടായതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ യേശു പ്രാണനെ വിടുന്ന സമയത്ത് ഭൂമി കുലുങ്ങുകയാണ്. അതും പാറകൾ പോലും പിളരത്തക്കവണ്ണം, കല്ലറകൾ തുറക്കത്തക്കവണ്ണം വളരെ പ്രകമ്പനമുള്ള, വളരെ ശക്തിയുള്ള ഭൂകമ്പം ഉണ്ടാകുകയാണ്. ആ സമയത്ത് ദൈവമന്ദിരത്തിലെ യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഈ ഭൂകമ്പം ഉണ്ടായത് കണ്ടപ്പോൾ യേശുവിൻ്റെ ശിക്ഷ നടപ്പാക്കിയ ശതാധിപൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു സത്യം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മരണസമയത്ത് ഭൂമി കുലുങ്ങിയത് അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായത്? നമ്മൾ വായിക്കുന്നത് യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നാണ്. മരണത്തിൻ്റെ ആ വേദന യേശു മുഴുവൻ അനുഭവിക്കുകയാണ്. അപ്പോഴാണ് ഉറക്കെ നിലവിളിച്ചത്. അത് കേട്ടാണ് ഭൂമി നടുങ്ങിയത്, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായത്, പാറകൾ പോലും പിളർന്നത്. കാരണം ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, യേശുവാണ്. യേശു ഉണ്ടായിട്ട് 2000 വർഷമല്ലേ ആയുള്ളൂ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ യേശു മനുഷ്യനായിട്ട് 2000 വർഷമേ ആയുള്ളെങ്കിലും യേശുവാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വായുവിനെയും വെള്ളത്തെയും വെളിച്ചത്തെയും മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് യേശുവാണ് എന്ന് വ്യക്തമായി വേദോത്സവം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:1 വായിക്കുന്നു, ആദിയിൽ വചനമായവൻ ഉണ്ടായിരുന്നു, വചനമായവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനമായവൻ ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. കൊലോസ്യ ലേഖനം 1:15-16 വാക്യങ്ങൾ വായിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം, യേശു മുഖാന്തരം ഉളവായി എന്നാണ്. അപ്പോൾ സൃഷ്ടാവ് സൃഷ്ടിയെപ്പോലെ മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ നരകം ഏറ്റെടുത്ത് ആ വേദനയും ശാപവും അനുഭവിച്ച് നിലവിളിച്ചപ്പോൾ അത് കേട്ടു നിൽക്കാൻ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് കഴിഞ്ഞില്ല. നമ്മൾ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇനി ഭൂമിയെ മാത്രമല്ല, ആകാശത്തെയും കടലിനെയും ഇളക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളം കൂടെയാണ് ഭൂകമ്പങ്ങളും കടലിളക്കങ്ങളും ആകാശത്തിലെ ശക്തികളുടെ ഇളക്കങ്ങളും. ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ യേശു സഹിച്ചപ്പോൾ ഈ പ്രകൃതിക്ക് മാറ്റമുണ്ടായെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭൂമിയുടെ ശാപം മാറ്റാൻ വേണ്ടി, ഭൂമിയെ ദൈവരാജ്യമാക്കാൻ വേണ്ടി യേശു വീണ്ടും വരുന്നതിൻ്റെ അടയാളമായിട്ടും ഭൂകമ്പങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് മറ്റൊരു കാര്യമുണ്ടായി. ദൈവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. അതായത് യെരൂശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലവും
വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് വളരെ കട്ടിയുള്ള ഒരു കർട്ടൻ അല്ലെങ്കിൽ തിരശ്ശീല കൊണ്ടാണ്. ആ തിരശ്ശീല ഉള്ളതുകൊണ്ട് ആണ് സാധാരണ ജനങ്ങൾക്കും മഹാപുരോഹിതനും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്താണ് ദൈവം വസിക്കുന്നത്. മനുഷ്യൻ കൂടാരങ്ങളിൽ, ഇസ്രായേൽ മക്കൾ കൂടാരങ്ങളിൽ മരുഭൂമി പാർത്തപ്പോൾ ദൈവം പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഒരു കൂടാരത്തിൽ പാർക്കാം. അതാണ് സമാഗമന കൂടാരം. ആ കൂടാരത്തിന് 3 ഭാഗമാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ സാധാരണ യഹൂദന്മാർക്ക് ചെല്ലാം, തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കണം എന്ന് മാത്രം. പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് ധൂപം കാണിക്കുകയും അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുകയും ചെയ്യാം. അതിപരിശുദ്ധ സ്ഥലത്ത്, ദൈവം വസിക്കുന്ന സ്ഥലത്ത്, വർഷത്തിലൊരിക്കൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മഹാപാപരിഹാര ദിവസം മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലാം. അപ്പോൾ ആ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് ഈ തിരശ്ശീലയാണ്. പക്ഷേ യേശു മരിച്ചപ്പോൾ ആ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. ഇബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്നാണ്. അതായത് യേശുവിൻ്റെ മരണം സംഭവിച്ചതിനാൽ, യേശു പിളർക്കപ്പെട്ടതിനാൽ, അതായത് വിശുദ്ധ സ്ഥലത്തേക്ക്, പിതാവിൻ്റെ അടുക്കലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയാണ്. അതാണ് രക്ഷാമാർഗം. ആകെ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായാൽ അവർക്ക് ദൈവത്തിൻ്റെ മക്കളായിത്തീരാൻ ദൈവം അവരുടെ പിതാവാകുന്നു. അവർക്ക് ഈ കൃപാസനം വരെ, അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലം വരെയും അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കും. അതിനൊരു മഹാപുരോഹിതൻ്റെയോ മറ്റൊരു പുരോഹിതൻ്റെയോ സഹായം അവർക്ക് ആവശ്യമില്ല. ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. യേശു അവർക്കായി എല്ലാ കാലത്തേക്കും യാഗമായി. അതിൽ വിശ്വസിച്ചാൽ മതി, അതിൽ ആശ്രയിച്ചാൽ മതി. ഒറ്റ നിമിഷം കൊണ്ട് യേശു പാപമോചനം നൽകുകയാണ്. യേശു തൻ്റെ ജീവകാലത്ത് വേശ്യമാരുടെ പാപം, ചുങ്കക്കാരുടെ പാപം ഒറ്റ നിമിഷം കൊണ്ട് ക്ഷമിച്ചു. കുരിശിലെ കള്ളൻ്റെ പാപം ഒറ്റ നിമിഷം കൊണ്ട് ക്ഷമിച്ചല്ലോ. അത് തൻ്റെ കുരിശു മരണത്തിൻ്റെ, താൻ ചെയ്യാൻ പോകുന്ന കുരിശിലെ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ യേശുവിനെ വിശ്വസിച്ച ആളുകളെ യേശു ഒറ്റ നിമിഷം കൊണ്ട് ശുദ്ധീകരിച്ചെങ്കിൽ, ഇന്ന് നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരാൾക്കും ഒറ്റ നിമിഷം കൊണ്ട് പാപമോചനം നേടാനായി സാധിക്കും. എന്തായാലും യേശുവിനെ കുരിശിച്ച സമയത്ത് കുരിശിലെ ഒരു കള്ളൻ യേശുവിൻ്റെ പ്രാർത്ഥനയും പെരുമാറ്റവും ഒക്കെ കണ്ട് മാനസാന്തരപ്പെട്ട് പറുദീസയുടെ അവകാശി ആയെങ്കിൽ, യേശു മരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കിയ ശതാധിപൻ യേശുവിനെ കൈക്കൊള്ളുകയാണ്. അവൻ വിളിച്ചു പറയുകയാണ്, മഹാപുരോഹിതന്മാരെ ഒന്നും അവന് പേടിയില്ല, അല്ലെങ്കിൽ പീലാത്തോസിനെയോ റോമ കൈസറെയോ അവൻ പേടിക്കാതെ അവൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. നിങ്ങൾ ചെയ്തത് അന്യായമായി പോയി, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് അന്യായമായി പോയി എന്നയാൾ സമ്മതിക്കുകയാണ്. കർത്താവായ യേശു മരിച്ച സമയത്ത് കല്ലറകൾ, ദൈവമക്കളുടെ കല്ലറകൾ തുറക്കാനിടയായി. യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം അവർ കല്ലറ വിട്ട് പട്ടണത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. എന്താണിത് കാണിക്കുന്നത്? യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു, രക്ഷാമാർഗം ഒരുക്കി. യേശു വീണ്ടും വരുമ്പോൾ തന്നിൽ വിശ്വസിച്ച് മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. തന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് രൂപാന്തരമുണ്ടാകാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന ചില നന്മകൾ അല്ല. ചില ആളുകൾക്ക് പ്രസംഗിക്കുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്താൽ ഇഷ്ടംപോലെ പണം കിട്ടും, കടം മാറും, രോഗം മാറും എന്നൊക്കെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ദൈവത്തെയാണ്. യേശുവിനെ കൈക്കൊണ്ടാൽ ഒന്നാമത് നമുക്ക് ദൈവത്തെ കിട്ടും. ആ ദൈവം നമുക്ക് പിതാവായി നമ്മളെ പരിപാലിക്കും. രണ്ടാമത്, നമ്മൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. മൂന്നാമത്, നാം നരകം വിട്ട് സ്വർഗത്തിൽ പോകാൻ ഇടയായിത്തീരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യേശു മരിച്ച സമയത്ത് വിശുദ്ധന്മാരുടെ, ദൈവമക്കളുടെ, രക്ഷിക്കപ്പെട്ടവരുടെ കല്ലറകൾ തുറന്ന് അവർ യെരുശലേമിൽ ചെന്ന ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ ജീവിതം മരണം കൊണ്ട് തീരുകയില്ല. അവരൊരു നാൾ ഉയർത്തെഴുന്നേൽക്കും, അവർ ദൈവരാജ്യം അവകാശമാക്കും. അതാണ് യേശുവിൻ്റെ മരണം നമുക്ക് നൽകുന്ന സന്ദേശം. യേശുവിൻ്റെ മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. യേശുവിനെ കൊന്നത് പീലാത്തോസോ ഹന്നാവോ കയ്യപ്പാവോ യൂദയോ യഹൂദന്മാരോ പുറജാതികളോ പിശാചോ മനുഷ്യരോ അല്ല. പിതാവായ ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കുകയായിരുന്നു. ആ ദൈവത്തിന് സ്നേഹം മനസ്സിലാക്കി
ദൈവത്തോട് സ്നേഹവും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.